ഹായ് എവരിവൺ, വെൽക്കം ടു ഓൾ. CHEM TIPS മലയാളത്തിന്റെ മറ്റൊരു ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലുകളിൽ നമുക്ക് പഠിക്കാനുള്ള വാതക നിയമം, അതായത് ഗ്യാസസ് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ടിപ്സ് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ബോയിൽ ലോ, 2 ചാൾസ് ലോ, 3 അവോഗാഡോ ലോ. ഈ നിയമങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാലും എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ബോയ്ൽസ് ലോ ചോദിക്കുമ്പോൾ പലരും തെറ്റായി ചാൾസ് ലോ എഴുതാറുണ്ട്. അതല്ലെങ്കിൽ ചാൾസ് ലോ ചോദിക്കുമ്പോൾ ബോയ്ൽസ് ലോയുടെ ഇക്വേഷൻ എഴുതാറുണ്ട്. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള ഒരു ടിപ്സ് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടുവന്നിട്ടുള്ള ചെറിയൊരു ട്രിക്സ് നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. 3 വാതക നിയമങ്ങൾ വളരെ ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ബോയിൽ നിയമപ്രകാരം പ്രഷർ കൂടുന്തോറും വോളിയം കുറഞ്ഞു വരുന്നു. അതായത് P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/V അല്ലെങ്കിൽ V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് എഴുതാം. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു ബലൂൺ, കാറ്റ് നിറച്ചു വെച്ച ഒരു ബലൂൺ നമ്മൾ പ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അവിടെ ഒരു പ്രഷർ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രഷർ കൂടുന്തോറും വോളിയം കുറയും എന്നുള്ളതാണ് ബോയിൽ നിയമം പറയുന്നത്. ഇതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അക്വേറിയങ്ങൾ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ നിന്നൊക്കെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന വായുകുമിളകളുടെ സൈസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇതിന് കാരണം അവിടെ ഉണ്ടാവുന്ന പ്രഷറിലുണ്ടാവുന്ന അല്ലെങ്കിൽ മർദ്ദത്തിലുണ്ടാവുന്ന വ്യത്യാസം മൂലം. ഇനി രണ്ടാമത്തെ ചാൾസ് നിയമപ്രകാരം പറയുന്നത് വോളിയം ടെമ്പറേച്ചറിന് നേരാനുപാതികമെന്നാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും, താപനില കൂടുന്തോറും വോളിയം കൂടും എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ബലൂൺ തന്നെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ബലൂൺ വീർപ്പിച്ചു വെച്ച ബലൂണുകൾ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാറുണ്ട്. അല്ലെങ്കിൽ സൺലൈറ്റ് ലഭിച്ചു കഴിയുമ്പോൾ ചൂട് കൂടുമ്പോൾ അതിന് വികാസം പ്രാപിച്ചിട്ട് വോളിയം കൂടിയിട്ട് ആ ബലൂൺ പൊട്ടിപ്പോകാറുണ്ട്. അപ്പൊ അത് ചാൾസ് നിയമത്തിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ നമ്മൾ വാഹനങ്ങളുടെ ടയറുകളിലൊക്കെ കുറഞ്ഞ കാറ്റ് മാത്രമേ നിറക്കാറുള്ളൂ. കാരണം വെയിലില് ചൂട് കൂടുന്തോറും ഈ ടയർ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. 3ാമത്തെ നിയമം അവോഗാഡോ നിയമപ്രകാരം നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുന്തോറും, അതായത് തന്മാത്രകളുടെ എണ്ണം കൂടും തോറും ഇതിന്റെ വോളിയം കൂടുമെന്നറിയാം അല്ലെ. അതും ബലൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. കുറഞ്ഞ ഒരു ബലൂണിലെ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ നിറക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറഞ്ഞ ഹൈഡ്രജൻ വാതകം നിറക്കുന്നുള്ളൂ എങ്കിൽ ആ ബലൂണിന് സൈസ് കുറവായിരിക്കും. എന്നാൽ കൂടുതൽ കാറ്റ് നിറച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈസ് കൂടി വരും. അപ്പോൾ 3 നിയമങ്ങളും വോളിയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതായത് ബോയിൽ നിയമം പറയുന്നത് വോളിയം കൂടുന്തോറും പ്രഷർ കുറയും, അല്ലെങ്കിൽ പ്രഷർ കൂടുന്തോറും വോളിയം കുറയും എന്നുള്ളതാണ്. ചാൾസ് നിയമപ്രകാരം പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്തോറും, താപനില കൂടുന്തോറും വോളിയം കൂടും എന്നുള്ളതാണ്. ദെൻ 3ാമത്തേത് അവോഗാഡോ നിയമപ്രകാരം നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുന്തോറും വോളിയം കൂടും എന്നുള്ളതാണ്. 3ഉം വോളിയം ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് ഞാൻ ഒരു ചുരുങ്ങിയ രീതിയിൽ എഴുതുകയാണ്. ബോയിൽ നിയമത്തിന്റെ ബി മാത്രം എടുക്കുകയാണ്. ബോയിൽ ലോയുടെ ബി ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രഷറും വോളിയവുമായിട്ടാണ് അല്ലെ. അപ്പൊ ബി ബി എന്ന് എഴുതാം. ഓക്കെ. ദെൻ 2ാമത് നിയമം വരുന്നത് ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം ടെമ്പറേച്ചറും വോളിയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ടി വി എന്ന് എഴുതാം. 3ാമത്തത് അവോഗാഡോ നിയമമാണ്. ഇത് നമ്പർ ഓഫ് മോൾസും അതുപോലെ തന്നെ വോളിയവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ വി എന്ന് എഴുതാം. ഇതിനെ ഞാൻ തിരിച്ചിട്ടൊന്ന് എഴുതുകയാണ്. തിരിച്ചിട്ട് അവോഗാഡോ നിയമത്തിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം അവോഗാഡോ നിയമം പറയാം. അവോഗാഡോ നിയമപ്രകാരം നമ്പർ ഓഫ് മോൾസും വോളിയവുമാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 2ാമത് ചാൾസ് നിയമപ്രകാരം താപനില, അതായത് ടെമ്പറേച്ചർ, കെൽവിൻ സ്കെയിലിലെ താപനില എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കെ എന്ന് എഴുതാം. അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ടി എന്ന് എഴുതാം. ഏതും എഴുതാം. ടിയോ അല്ലെങ്കിൽ കെയോ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് വോളിയമായിട്ടാണ്. 3ാമത്തെ നിയമം ബോയിൽ നിയമമാണ്. ബോയിൽ നിയമത്തിന്റെ ലെറ്റർ ബി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രഷറിനെയും വോളിയത്തിനെയും. അപ്പൊ എല്ലാം വോളിയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണുള്ളത് അല്ലെ. ഇനി ഈ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ടാക്കാം. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വാതക നിയമങ്ങൾ തെറ്റാതെ മറക്കാതെ പഠിച്ചു വെക്കാൻ കഴിയും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. എ എൻ വി ഉണ്ട്, അതുപോലെ സി ടി വി ഉണ്ട്, അതുപോലെ ബി പി വി ഉണ്ട് അല്ലെ. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. ആഫ്റ്റർ നൂണിലെ ക്ലാസ് തീർന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ്, കെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കഴിഞ്ഞ് എന്ന് വായിക്കാം.
ടെമ്പറേച്ചർ ടി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർന്നു എന്ന് വായിക്കാം. സോ ആഫ്റ്റർനൂണിലെ ക്ലാസ് തീർന്ന് ഇനി ഈ ബി എന്നുള്ളതിന് നമ്മൾ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ബാസിത്തോ ബാവേ ഏതെങ്കിലും. ഞാൻ ബാവ എന്ന് കൊടുക്കുകയാണ് തൽക്കാലം. ബാവ വീട്ടിൽ പോയി. ആഫ്റ്റർനൂണിലെ ക്ലാസ് തീർന്ന് ബാവ വീട്ടിൽ പോയി. ഈ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ബോയിൽ നിയമത്തെയും ചാൾസ് നിയമത്തെയും അവോഗാഡോ നിയമത്തെയും റിലേറ്റ് ചെയ്തുകൊണ്ട് അത് തെറ്റാതെ പഠിച്ചിരിക്കാൻ കഴിയും. അതായത് അവോഗാഡോ നിയമം റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർനൂൺ അല്ലേ, നമ്പർ ഓഫ് മോൾസിനെയും അതുപോലെ വോളിയത്തെയുമാണ്. ഈ ചാൾസ് നിയമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ അല്ലേ. ക്ലാസ് തീർന്നെന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എന്നും പറയാം. ഓക്കെ, അത് വോളിയമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് ബാവ അല്ലെങ്കിൽ ബാസിത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബി വെച്ചിട്ടുള്ള ഒരു പേര് വെച്ചിട്ട് പഠിക്കാം. അത് ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു. വീട്ടിൽ പോയി എന്നുള്ളത് വി മാത്രം നമ്മൾ ഈ സൈഡിലേക്ക് എടുത്തിട്ടുണ്ടാവും. അത് വോളിയത്തെ സൂചിപ്പിക്കുന്നതാണ്. പോയി എന്നുള്ളത് പി, ആ ലെറ്റർ പ്രഷറിനെയും സൂചിപ്പിക്കുന്നു. സോ ഈ സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാതക നിയമങ്ങൾ മാറാതെ മടക്കാതെ പഠിക്കാൻ കഴിയും. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താം. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകളും അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും സ്കോളർഷിപ്പ് അനുബന്ധ വീഡിയോസും മറ്റു വിവരങ്ങൾക്കുമായി നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.